8 നോയമ്പിൻ്റെ 3-ാം ദിവസം നമ്മുടെ ചിന്തയ്ക്കായി സഭ നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിശുയുടെ നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും 8 നോയമ്പിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമുക്കിന്ന് യേശു നമുക്ക് നൽകുന്ന ഒരു പുതിയ കുടുംബ ബന്ധത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. യേശു നമുക്കറിയാം യഹൂദനാണ്, രക്ഷകനാണ്, ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണ്. പക്ഷേ യഹൂദന്മാർ അവനെ അംഗീകരിച്ചില്ല. യോഹന്നാൻ പറയുന്നത് പോലെ അവൻ തൻ്റെ സ്വന്തക്കാരുടെ അടുക്കിലേക്ക് വന്നു, അവൻ്റെ സ്വന്തക്കാരോ അവനെ സ്വീകരിച്ചില്ല. അവൻ 30 വർഷക്കാലത്തോളം രഹസ്യമായി ജീവിച്ചെങ്കിലും അതിനുശേഷം തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ബന്ധങ്ങളെയും എല്ലാം വിട്ട് അവൻ ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട് പുറത്തേക്കിറങ്ങി. ജെറുസലേമിലും ജുദയായിലും സമറിയായിലും അവൻ ചുറ്റിക്കറങ്ങി നടന്നു. ജെറുസലേം നമുക്കറിയാം അവൻ്റെ സ്വന്തം നാടാണ്, ജുദയ സഹോദര നാടാണ്, സമറിയ പുറജാതികളുടെ നാടാണ്. അവൻ ദൈവവചനം ഈ ചുറ്റുപാട് എല്ലാവരോടും പ്രസംഗിക്കാൻ തുടങ്ങി. അവനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വളരെ കൂടുതലായി. അവൻ ചുങ്കക്കാരുടെ പാപിയാണ്, ചുങ്കക്കാരുടെ കൂട്ടുകാരനാണ്, പാപിയുടെ കൂട്ടുകാരനാണ്, വേശ്യകളാണ് അവൻ്റെ കൂട്ടുകാർ, അവരുടെ അവർ ഉണ്ണുകയും അധിവസിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ വലിയ ആരോപണം, അവൻ സാബതം ലംഘിക്കുന്നു, അവനിൽ പിശാചുണ്ട്, പിശാചുകളുടെ തലവനായ ബേൽസുബലിനെ കൊണ്ടാണ് അവൻ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ദുരാരോപണങ്ങൾ ധാരാളം യേശുവിനെ കുറിച്ച് ഉണ്ടായി. അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരി പുത്രന്മാരും ഇവനെ കാണുവാനും ഇവനെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു അമ്മ വന്നത് അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നടിച്ചു. സഹോദരങ്ങൾ വന്നിട്ടും അവരെ പരിഗണിച്ചില്ല. ഒരുവൻ ചെന്ന യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവ് ഒരു പുതിയ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ പറയുകയാണ്. അവൻ ചോദിക്കുക, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ? അവൻ ശിഷ്യന്മാരുടെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് സഹോദരന്മാരും. അതിനവൻ നൽകുന്ന മാനദണ്ഡം, എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പ്രിയ സഹോദരങ്ങളെയും, ശാരീരികമായ മാനുഷികമായൊരു ബന്ധത്തെക്കുറിച്ചല്ല കർത്താവോട് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്, ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു സഹോദരങ്ങളെക്കുറിച്ചാണ്, ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു അമ്മയെക്കുറിച്ചാണ്. യേശു പറയുമ്പോൾ യേശുവിന് അറിയാമായിരുന്നു അവിടെ കൂടിയിരിക്കുന്ന ആരെക്കാളും കൂടുതൽ അവൻ്റെ അമ്മയാണ് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നവൾ എന്ന്. പ്രകൃതിക്ക് വിരുദ്ധമായൊരു കാര്യം പോലും ദൈവത്തോട് പറഞ്ഞപ്പോഴും, അവൾക്ക് അസാധ്യമായി തോന്നിയൊരു കാര്യം പോലും ദൈവം തമ്പുരാനോട് പറഞ്ഞപ്പോഴും, അത് ദൈവഹിതമാണെന്ന് മനസ്സിലായപ്പോൾ ആ ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി കീഴ്പ്പെടുവാനായിട്ട് ആ അമ്മയ്ക്ക് സാധിച്ചു. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഇതാണ് ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവിഷ്ടം എന്താണോ അത് മനസ്സിലാക്കി ആ തിരുവിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ ക്രമീകരിക്കുന്നതും ദൈവമാണ്. നമ്മുടെ അന്ത്യം നിശ്ചയിക്കുന്നതും ദൈവമാണ്. നമ്മുടെ അന്ത്യവിധി നടത്തുന്നതും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എല്ലാവർക്കും ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്.
ആ ഇഷ്ടം മനുഷ്യൻ എപ്പോൾ ചെയ്യാൻ തയ്യാറാകുന്നുവോ അപ്പോൾ അവൻ ദൈവത്തിന് പ്രിയങ്കരനാകും. നമുക്കൊരു പക്ഷെ തോന്നിയേക്കും മാനുഷികമായ ബലഹീനതകൾ കാണും, കുറവുകൾ കാണും, വീഴ്ചകൾ കാണും. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. പഴയ നിയമത്തിലേക്ക് നാം പോകാമെങ്കിൽ നമുക്കൊരു മോശ എന്നൊരു മനുഷ്യനെ കാണാൻ സാധിക്കും. വിളിച്ച നിമിഷം മുതൽ അവസാന നിമിഷം വരെയും ദൈവത്തിൻ്റെ ഹിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ. നേരത്തെ ജനം തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ, ആർത്ത് വിളിച്ച് വെള്ളത്തിനു വേണ്ടി അട്ടഹസിച്ചപ്പോൾ, ഒരു നിമിഷം തൻ്റെ കോപത്തിന് അവൻ ഇരയായി. ദൈവം പാറയോട് കൽപ്പിക്കാൻ ആജ്ഞാപിക്കുവാൻ ആവശ്യപ്പെട്ട നിമിഷത്തിൽ ആ പാറയിലേക്ക് അടിച്ചുകൊണ്ട് മോശ ചോദിക്കും, ഈ പാറയിൽ നിന്നാണോ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരേണ്ടത്? ഒറ്റ നിമിഷത്തെ തൻ്റെ കോപം, ഒറ്റ നിമിഷത്തെ ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു ചിന്ത, ഒരു പ്രവൃത്തി മോശയെ കനാൻ ദേശം പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം മോശയോട് പറഞ്ഞു, നീ കനാൻ ദേശത്ത് പ്രവേശിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നമ്മൾ ഈ ലോകത്തിൽ തിരിച്ചറിയുന്നത്? ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ തിരുവിഷ്ടം മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന 5 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവത്തോടൊത്ത് നടക്കുവാൻ, ദൈവഹിതമനുസരിച്ച് നടക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവം അവർക്ക് നൽകിയ കൽപ്പനകളാണ്. അതിൽ 3 ദൈവത്തോടുള്ള മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച്, 7 മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ചുമാണ്. ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും അനുയോജ്യമായ രീതിയിൽ ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കുവാൻ കൽപ്പന നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. കൽപ്പന അറിയുകയും കൽപ്പനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നവൻ ദൈവഹിതത്തിന് ഒത്ത് ജീവിക്കുന്നു. യുവാവ് ഒന്ന് കർത്താവിനോട് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനോട് ചോദിച്ചു, നിനക്ക് നിയമങ്ങൾ അറിയത്തില്ലേ? നീ നിയമങ്ങൾ പാലിക്കുക. അതെ, അവൻ കർത്താവിനോട് ചോദിച്ചേവാം. കർത്താവ് 10 കൽപ്പനകൾ ഓരോന്നും അവനോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒന്നാമത് ദൈവഹിതത്തിന് ഹിതമറിയുവാനുള്ള മാർഗം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ ഹിതമറിയുവാനുള്ള മാർഗം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യനായി അവതരിച്ച ക്രിസ്തു ഇന്ന് ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തോടാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ പൗലോസ്ലേഖ പറയും, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പുത്രൻ അതുവരെ രാജാക്കന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെ സംസാരിച്ചവനായ ദൈവം നേരിട്ട് ദൈവത്തിൻ്റെ പുത്രനോട് നമുക്ക് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ ദൈവഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം ദൈവത്തിൻ്റെ തിരുവിഷ്ടം മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ല വഴി ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭ യേശുവിൻ്റെ മണവാട്ടിയാണ്. അവൻ്റെ ഭൗതിക ശരീരമാണ്. അവൻ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകും മുമ്പ് തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയുള്ള ദൈവരാജ്യ പ്രഘോഷണത്തിനായി, ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി ദൈവം സ്ഥാപിച്ചതാണ് ദൈവത്തിൻ്റെ തിരുസഭ. പത്രോസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, പത്രോസിന് അധികാരം കൊടുത്തുകൊണ്ട്, കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരങ്ങൾ കൊടുത്തുകൊണ്ട്, പഠിപ്പിക്കുവാനുള്ള അധികാരം കൊടുത്തുകൊണ്ട്, ഭരിക്കുവാനുള്ള അധികാരം കൊടുത്തുകൊണ്ട്, പൗത്രീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് ദൈവം സ്ഥാപിച്ചതാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയാണ് ഇന്ന് ഏറ്റവും നന്നായിട്ട് ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുകയും പരിപാലിക്കുകയും ദൈവ ഇഷ്ടം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ പറയുന്നത്, നിങ്ങൾ സഭയെ കേൾക്കാത്തവനെ നിങ്ങൾ ചുങ്കക്കാരനെയും പാപിയെയും പോലെ കരുതണമെന്ന്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സഭയോട് പറയണം, സഭയുടെ തീരുമാനത്തെ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയെ കേൾക്കാത്തവൻ ദൈവത്തെ കേൾക്കുന്നില്ല. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ കേൾക്കാത്തവൻ എന്നെ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെയും, ദൈവത്തിൻ്റെ സഭയാണ് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ
ദൈവ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം മനസ്സിലാക്കുവാനുള്ള മാർഗം. നാലാമതായിട്ട് നമ്മുടെ മനസ്സാക്ഷിയാണ്. ദൈവം ഓരോ വ്യക്തിയോടും സംസാരിക്കും. അവൻ്റെ ഉള്ളിൽ അവന് മനസ്സാക്ഷി എന്നുണ്ട്. ഏതാണ് നല്ലത്, ഏതാണ് തെറ്റ്, ഏതാണ് ശരി, ഏതാണ് മോശം, ഇതൊക്കെ തിരിച്ചറിയുവാനുള്ള കഴിവ് ഒരു മനുഷ്യന് സ്വതസിദ്ധമായി ലഭിച്ചിട്ടുണ്ട്. അവൻ ബോധപൂർവം നന്മയെ ത്യജിച്ച് തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും സാധിക്കത്തില്ല. അവന്റെ മനസ്സാക്ഷിക്ക് അനുയോജ്യമായി ജീവിക്കാൻ സാധിച്ചാൽ അവൻ ദൈവഹിതത്തിനൊത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അവനോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയിലൂടെയും ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ സഭയിലൂടെയും മനുഷ്യ മനസ്സാക്ഷിയിലൂടെയും ദൈവം തിരിച്ചറിയാൻ സാധിക്കും. ഇനിയും നമുക്ക് അവസാനമായി കിട്ടുന്ന ഈ പ്രപഞ്ചമാണ്. ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തോട് അവന്റെ കൈവേലയെ കാണിക്കുന്നു എന്നാണ് സങ്കീർത്തനം നമ്മൾ പറയുന്നത്. റീഡ് ദ സൈൻസ് ഓഫ് ദ ടൈംസ് എന്ന് പറയും. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. സമൂഹത്തിൽ നടക്കുന്ന, ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൈവം നമ്മോട് സംസാരിക്കുന്ന സംഭവങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത് അവിടെ സംഭവിച്ചെങ്കിൽ ഇന്നിത് എവിടെ സംഭവിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മത് വായിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, യെരൂശലേമിൽ നടന്ന ഒരു വലിയ ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവിടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാളും കൂടുതൽ പാപികളായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് പ്രത്യേകമായ ഒരാൾക്ക് വേണ്ടി നടത്തുന്ന സംഭവങ്ങളല്ല. അതെനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു അടയാളമാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു കണ്ണുതുറപ്പൻ സംഭവങ്ങളാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നാളെ ഇത് എനിക്ക് സംഭവിക്കാം. അതെ, വയനാട്ടിൽ ഉരുൾപൊട്ടിയെങ്കിൽ നാളെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തും ഉരുൾപൊട്ടാം, അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. തിരിച്ചറിയുവാൻ സാധിക്കണം. ഈ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് കർത്താവ് തൻ്റെ അമ്മയെ എല്ലാവരേക്കാൾ മുൻപിൽ നമ്മുടെ മുൻപിൽ നിർത്തുകയാണ്. കാരണം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും വിധേയപ്പെട്ട് ദൈവത്തിന്റെ വചനം മാത്രം സംശീകരിച്ച് വചനത്തെ ഗർഭം ധരിച്ച് വചനത്തിന് വേണ്ടി ജീവിച്ച് സഭയുടെ മാതാവായിട്ട് വളർന്ന് അതെ താൻ ദൈവത്തിന്റെ ഹിതത്തിന് മാത്രം മുൻതൂക്കം കൊടുത്ത് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ? ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എല്ലാം. തൻ്റെ സഹോദരന്മാരെ ഓർത്തും കർത്താവ് ഇത് പറയുന്നു. ഈ 8 നോയമ്പിന്റെ 3-ാമത്തെ ദിവസത്തിൽ ദൈവം നമ്മുടെ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന സത്യം എന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയല്ല, ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയല്ല, ആരുടെയെങ്കിലും പ്രേരണയ്ക്കൊത്ത് ജീവിക്കുകയല്ല, മറിച്ച് നമ്മുടെ മനസ്സാക്ഷിക്കൊത്ത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് 2 വഴിയേ ഉള്ളൂ. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വഴി. ലോകത്തിലെ വഴി തിരഞ്ഞെടുത്താൽ നാം നരകത്തിലേക്ക് പോകും. ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുത്താൽ നാം സ്വർഗത്തിലേക്ക് പോകും. ഈ 8 നോയമ്പില് നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ദൈവഹിതത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനും ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതെന്ത് ത്യാഗം ചെയ്തും പ്രാവർത്തികത്തിലെത്തിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും പറയാം, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.